സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ ആക്സെൻറ്റുകൾ എങ്ങനെ പഠിക്കാമെന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ IELTS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ വിദേശത്തോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ ബ്രിട്ടീഷ് ആക്സെൻറ്റ് ഒന്ന് പറഞ്ഞു തരണം, അതെങ്ങനെയാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, അവരൊക്കെ ബ്രിട്ടീഷ് ആക്സെൻറ്റ് പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരിക്കാം എന്നോട് ചോദിച്ചത്. ശ്രദ്ധിക്കുക, ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് 2 റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു. അവർ തൃശ്ശൂരിൽ നിന്ന് വന്ന 2 റൂംമേറ്റ്സ്, ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് തൃശ്ശൂരിൽ നിന്നും വന്ന 2 റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു, ശ്രീരാജും സാറിനും. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനെ കഴിക്കാനാണ്. അപ്പോൾ ഇവർ ക്യാൻറ്റീനിൽ പോയിട്ട് വരുമ്പോൾ, ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ക്യാൻറ്റീനിൽ പോയിട്ട് വരുമ്പോൾ ചോദിക്കും എന്താണെന്ന് വൈകിട്ട് കഴിക്കാൻ. അപ്പോൾ ശ്രീരാജൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ചോറ എന്ന് പറയും. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെയല്ല പറയുന്നത്, കാരണം ഞാൻ കാഞ്ഞിരപ്പള്ളി കോട്ടയാണ്. അപ്പോൾ എൻ്റെ ആക്സെൻറ്റിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഞാൻ സാധാരണ ചോറ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക്, നമുക്കറിയാമല്ലോ തൃശ്ശൂരുകാർ വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്നതാണ്, അപ്പോൾ നമുക്ക് കേൾക്കാൻ തന്നെ സുഖമുണ്ട്. അപ്പോൾ അവരിച്ചിരി നീട്ടിയാണ് പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ മലയാളത്തിൽ എത്ര ആക്സെൻ്റ് ഉണ്ട്? പിന്നെ മറ്റൊരു കാര്യം, ഈ ശ്രീരാജ് ചോറാണ് എന്നാണ് പറഞ്ഞത്, അല്ലാതെ ചാറെന്നല്ല പറഞ്ഞത്, ചോറെന്നാണ് പറഞ്ഞത്, അല്ലേ? നമ്മൾ പഴത്തിന് എല്ലാവരും പഴമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തൃശ്ശൂരാരിച്ച് നീട്ടി പറയുന്നേ ഉള്ളൂ. പക്ഷേ അതിന് പളം എന്ന് പറയാറില്ല, അല്ലേ? പഴം എന്ന് എഴുതിയിട്ട് മറ്റു വാക്കുകളൊക്കെ പറയാറുണ്ട്, നേന്ത്രക്കായ എന്നൊക്കെ പറയാറുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു, പഴം എന്ന് എഴുതിയിട്ട് വായിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പഴം എന്നാണ് വായിക്കുന്നത്, അല്ലാതെ തമിഴ്നാട്ടിലുള്ളവർ വായിക്കുന്നവരെ പളം എന്നല്ല നമ്മൾ പറയുന്നത്, അല്ലേ? വായിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് മലയാളത്തിൽ എത്ര ആക്സെൻറ്റുകളുണ്ട്? മലപ്പുറത്ത് വേറൊരു ആക്സെൻറ്റാണ്, കോട്ടയത്ത് വേറൊരു ആക്സെൻറ്റാണ്, തൃശ്ശൂർ വേറൊരു ആക്സെൻറ്റാണ്, തിരുവനന്തപുരം വേറൊരു ആക്സെൻറ്റാണ്, എറണാകുളം മറ്റൊരു ആക്സെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന മലയാളത്തിൽ പോലും, അല്ലേ, മലയാളത്തിൽ പോലും 10-25 ആക്സെൻറ്റുകളുണ്ട്. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, പഴത്തിന് പഴം എന്ന് പറയുക, അല്ലാതെ പളം എന്ന് പറയരുത്. അപ്പോൾ നമ്മൾ സത്യത്തിൽ പഠിക്കേണ്ടത് എന്താണ്? പ്രൊനൗൺസിയേഷനാണ്. എന്താണ് പഠിക്കേണ്ടത്? പ്രൊനൗൺസിയേഷൻ. നമ്മൾക്ക് എങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പോൾ നമുക്ക് ആക്സെൻറ്റ് പഠിക്കാൻ പറ്റില്ലേ? ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെ IELTS മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ സായിപ്പിനോട് സംസാരിക്കും? നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് IELTS സാമാന്യം നല്ല സ്കോർ ഉണ്ടായിരുന്ന ഒരാൾ ഞാൻ. അപ്പോൾ അവരാരും നിങ്ങളുടെ ആക്സെൻ്റ് അല്ല ശ്രദ്ധിക്കുന്നത്, അവരെ നിങ്ങളുടെ പ്രൊനൗൺസിയേഷനാണ് ശ്രദ്ധിക്കുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ അതൊരു കാര്യം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നോക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് എത്ര ആക്സെൻ്റ് ഉണ്ട്? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇംഗ്ലണ്ടിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല ആക്സെൻറ്റിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്, അല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ നേറ്റീവ്സ്, അവിടെ പണ്ടുണ്ടായിരുന്ന നേറ്റീവ്സിൻ്റെ ആക്സെൻറ്റും അതല്ലാതെ സായിപ്പന്മാരുടെ ആക്സെൻറ്റും തമ്മിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലേ? അതിപ്പോൾ നിങ്ങളിപ്പോൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മലയാളത്തിലേക്ക് വന്നാൽ തന്നെ ഇപ്പോഴും ഞാൻ കോട്ടയത്തിൽ നിന്നുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, തൃശ്ശൂരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെങ്ങനെ മനസ്സിലായി? കാരണം എന്താണ്? എൻ്റെ ആക്സെൻറ്റിന് ഒരു വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് മനസ്സിലായതല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്താണ്. നമുക്ക് ആക്സെൻറ്റ് മാറ്റാൻ പറ്റുമോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആക്സെൻറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എത്ര വർഷം എടുക്കും? ഒരുപാട് വർഷങ്ങളെടുക്കും. എങ്ങനെയാണ് നമ്മൾ ആക്സെൻറ്റ് പഠിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ കേരളത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളോട് പറയുകയാണ്, ഞാൻ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ബ്രിട്ടീഷ് ആക്സെൻറ്റ് ഉണ്ടാക്കി തരാം. അതല്ലെങ്കിൽ അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആൾ ഒരു ഫേക്ക് ആക്സെൻറ്റിൽ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് വിശ്വസിക്കരുത്. പണ്ടേതോ സിനിമയ്ക്കകത്ത് കണ്ടതുപോലെ ഇപ്പോൾ നമുക്ക് ആക്സെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ വായിക്കാത്തൊരു കൈയിട്ട് സംസാരിച്ചാൽ മതി എന്നാണ്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ പലപ്പോഴും ആക്സെൻറ്റ് പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും അവർ നിങ്ങളോട് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് നാക്ക് മുകളിൽ മുട്ടുക, അല്ലേ?
പിന്നെ ചൊടി ഇങ്ങനെ വെക്കുക എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നാക്ക് എവിടെയാണ് മുട്ടുന്നത്, ചൊടി എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് സത്യത്തിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയാം ഇതിന് ഒരുപാട് പേര് എന്നെ വിമർശിക്കും. കാരണം എന്താണ്, ഇതിനകത്ത് പഠിപ്പിക്കുന്നവർ കാണും, അവരൊക്കെ എന്നെ വിമർശിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ റിസർച്ച് ചെയ്തതിൽ നിന്നും മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്. ഇനി ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഞാൻ ന്യൂസിലൻഡിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന 2 പിള്ളേരുടെ പേര് പറയാം. ഒരാളുടെ പേര് ആകാശ് എന്നും വേറൊരാളുടെ പേര് ദീപക് എന്നുമാണ്. 2 ഇന്ത്യയിൽ നിന്നുള്ള 2 പേര്. അപ്പോൾ ഈ ആകാശിൻ്റെ പേര് വിളിക്കുന്നത് അവിടെയുള്ള സായിപ്പന്മാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ് വിളിക്കുന്ന പേര് ആകാശ് എന്നാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് ഈ ആകാശ് എന്ന് പറയാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അത് വരുന്നില്ല. അതുപോലെ ദീപക്കിനെ വിളിക്കുന്നത് ദീപക് എന്നാണ്. സത്യത്തിൽ നമ്മൾ അത് കേൾക്കുന്ന മലയാളികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇത് യഥാർത്ഥത്തിൽ അതാണോ നമ്മൾ പറയേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലേ. നമ്മൾ പലപ്പോഴും, ഇപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ളൊരു ചെയ്തിട്ടുള്ള തെറ്റുകളാണ്. നമ്മൾ പലപ്പോഴും തിരുവനന്തപുരത്തിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയും അല്ലേ. ഇംഗ്ലീഷുകാർ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു സംഭവമാണ്. പണ്ട് തിരുവനന്തപുരം എന്നായിരുന്നു പേര്. അവർ വന്നപ്പോൾ അവർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ട്രിവാൻഡ്രം എന്നാക്കി. വീണ്ടും തിരുവനന്തപുരമാണ്. നിങ്ങൾ ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമൊന്നുമല്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ശശി തരൂർ സംസാരിക്കുമ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ്. ശശി തരൂർ സംസാരിക്കുമ്പോൾ ട്രിവാൻഡ്രം എന്ന് ശശി തരൂർ ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് മോശമായതുകൊണ്ടാണ്? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ചില ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്, നിങ്ങളും ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞു കേട്ടതാണ്, കോട്ടയത്തിന് കൊട്ടായം എന്ന് പറയുന്നത് കേട്ടു. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മൾ അങ്ങനെ മാറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പേരുകളെന്നും പേര് തന്നെയാണ്. ഇപ്പോഴേ ഞാൻ ആഫ്രിക്കയിലേക്ക് പോയാൽ എൻ്റെ പേര് ജസ്റ്റിൻ എന്നുള്ളതിന് വേറെ ജൂസ്റ്റിൻ ആകുന്നില്ല അല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന പക്ഷെ നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് അങ്ങനെ മാറ്റണം എന്നൊരു നിർബന്ധവുമില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് ട്രിവാൻഡ്രം എന്നല്ല, തിരുവനന്തപുരം എന്ന് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള തെറ്റുകളാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ആക്സെൻറ്റ് പഠിക്കാൻ എന്തെങ്കിലും സമയമെടുക്കും. ഇപ്പോൾ നമ്മളൊരു പ്രത്യേക ഒരു സാഹചര്യത്തിലേക്ക് വരും, പിള്ളേർ പെട്ടെന്ന് പഠിക്കും, പക്ഷേ മുതിർന്നവർ അത്ര പെട്ടെന്ന് പഠിക്കില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ട്രംപിൻ്റെ ആദ്യ ഭാര്യയുടെ പേര് ഇവാന ട്രംപ് എന്നാണ്. അവർ ചെക്കോസ്ലോവാക്യയിൽ നിന്നും ഉള്ള ആളാണ്. ചെക്കോസ്ലോവാക്യയുടെ ഇപ്പോഴത്തെ പേര് ചെക്ക് റിപ്പബ്ലിക് എന്നാണ്. ഈ ഇവാന ട്രംപ്, നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇവാന ട്രംപിൻ്റെ ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ മെലാനിയ ട്രംപ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുള്ളിയുടെ ഭാര്യ. ശ്രദ്ധിക്കുക, ഞാൻ ട്രംപിൻ്റെ ആരാധകനായിട്ട് പറയുന്നൊന്നുമല്ല. ഞാൻ ഉദാഹരണം, നമുക്ക് കിട്ടാവുന്ന റിസോഴ്സസ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇത് ഞാൻ പറയുന്നത് സത്യമാണോ അതല്ലെങ്കിൽ കള്ളമാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടി റിസോഴ്സ് ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ മെലാനിയ ട്രംപ് അല്ലെങ്കിൽ ഇവാനിയ ട്രംപിൻ്റെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്ത് നോക്കിയേ. അവരുടെ ആക്സെൻറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അവർക്ക് അമേരിക്കൻ ആക്സെൻറ്റ് കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. ശ്രദ്ധിക്കുക, ഇവാന ട്രംപ് അമേരിക്കയിൽ വന്നത് ഏകദേശം 1976 അതായത് ഏകദേശം ഒരു 42 വർഷമായി. ഈ 42 വർഷമായിട്ടും ഇവർക്ക് കൃത്യമായിട്ടുള്ള ആക്സെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ അമേരിക്ക വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, ഇതിനിടയ്ക്ക് വിട്ടുപോയിട്ടില്ല. അവർ അമേരിക്കയിൽ തന്നെ താമസിക്കുന്നു. അവരവിടെ അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ അവരുടെ സ്വന്തമായിട്ട് സ്ഥാപനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട് അല്ലേ. എന്നിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ആക്സെൻറ്റ് കിട്ടുന്നില്ല. അപ്പോഴും നമുക്ക് 2 മാസം കൊണ്ട് ആക്സെൻറ്റ് പഠിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഫേക്ക് ആക്സെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഫേക്ക് ആക്സെൻറ്റ്, അതിൻ്റെ പേര് തന്നെ ഫേക്ക് എന്നല്ലേ. ഫേക്ക് ആക്സെൻറ്റ് എന്നും ഫേക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നിങ്ങളുടെ ഫേക്ക് ആക്സെൻറ്റ് ആ സമയത്തേക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ റെക്കോർഡ് ചെയ്യുന്ന സമയത്തേക്ക് മാത്രം ഒരു ഫേക്ക് ആക്സെൻറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് അങ്ങോട്ട് ഇംപ്രഷൻ തന്നിട്ട് പറയുകയാണ് ഇതാണ് കൃത്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ദയവേത് നിങ്ങളത് വിശ്വസിക്കരുത്. നമുക്ക് ആക്സെൻറ്റുകൾ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് വരില്ല, അത് നമ്മുടെ സഹവാസം കൊണ്ടാണ് വരുന്നത്. അപ്പോഴേ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേക്ക് ആക്സെൻറ്റ് ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുക. ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് അക്സെപ്റ്റബിൾ ആണ്. നമുക്ക് ഫേക്ക് ആക്സെൻറ്റ് ഉണ്ടാക്കിയാൽ അത് ഫേക്ക് ആണെന്ന് കേൾക്കുന്ന ആൾക്കും മനസ്സിലാവും. അല്ലാതെ നമ്മൾ ഹൗ ആർ യു
എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാനത് ഫേക്ക് ആക്സെൻ്റാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അത് കേൾക്കുന്ന സായിപ്പിന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ആക്സെൻറ്റിൽ തന്നെ സംസാരിക്കുക. കാരണം എന്താണ്? ഇപ്പോഴും ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ലണ്ടനിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ സൗത്ത് ലണ്ടനിൽ നിന്നാണോ എന്ന് ആൾക്കാർ നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കും. സൗത്ത് ലണ്ടനിൽ നിന്ന് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? നിങ്ങളുടെ ആക്സെൻറ്റ് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ആക്സെൻ്റ് അല്ല, നമ്മൾ പഠിക്കേണ്ടത് പ്രൊനൗൺസിയേഷനാണ്. നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറയാം, നമ്മൾ പ്രഭാത ഭക്ഷണത്തിന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്, പക്ഷേ എഴുതുന്നത് എങ്ങനെയാണ്? ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, FAST ഫാസ്റ്റ് എന്നാണ്. പക്ഷെ നമ്മളത് പറയേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണോ? അല്ല, ബ്രേക്ക്ഫാസ്റ്റ്, ഫസ്റ്റ് FIRST എന്നുള്ളതാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾ IELTSൻ്റെ എക്സാം എഴുതുകയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ സായിപ്പിനോട് സംസാരിക്കുകയാണ്, ആരോടാണല്ലോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനകത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? പ്രൊനൗൺസിയേഷൻ്റെ അകത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ വേർഡ് കൊടുത്താൽ അതിൻ്റെ കൃത്യമായ പ്രൊനൗൺസിയേഷൻ ഗൂഗിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചതിക്കുഴികളിൽ വീഴാതിരിക്കുക, അതിനുവേണ്ടി സമയം കളയാതിരിക്കുക. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും നല്ല വിദ്യ എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് കേൾക്കുക എന്നുള്ളതാണ്. എൻ്റെ ക്ലാസ് കേൾക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഡിസ്കഷൻസ്, അതായത് ചർച്ചകൾ നിങ്ങൾ കേൾക്കുക. ചർച്ച കേൾക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആ സംസാരം അവിടെ വരുന്നത്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമ കാണുക, എന്ത് ചെയ്യുവാണെങ്കിലും നിങ്ങൾ ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേക്ക് ആക്സെൻറ്റ് ഉണ്ടാക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സാമിലും, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ IELTSൻ്റെ എത്ര വീഡിയോ വേണമെങ്കിലും, നിങ്ങൾ മലയാളികളുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാൻ ആരെയും കുറ്റം പറയല്ല, ശ്രദ്ധിക്കുക, ആരെയും ഞാൻ കുറ്റം പറയല്ല. അപ്പോഴേ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? ഒരുപാട് പേര് ഫേക്ക് ആക്സെൻ്റ് ഉണ്ടാക്കുന്നു, അത് പഠിപ്പിക്കുന്നു. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അവർ സായിപ്പിനോട് സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവർ ആ നിമിഷത്തേക്ക് ഉണ്ടാക്കിയ ഒരു ഫേക്ക് ആക്സെൻ്റാണ്. അല്ലെങ്കിൽ ചിലർ എന്താണ് പെട്ടെന്ന് അവരുടെ ആ ഒരു രീതി മാറുന്നു. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പെട്ടെന്ന് ഞാൻ തൃശ്ശൂർ ഭാഷയിൽ തൃശ്ശൂർ ആക്സെൻറ്റ് വെച്ച് സംസാരിച്ചാൽ നിങ്ങൾ എന്നെ പെട്ടെന്ന് പഠിക്കും, അല്ലേ? കാരണം എന്താണ്? അത് യഥാർത്ഥ തൃശ്ശൂർ ആക്സെൻറ്റ് അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഭാഷയാണ് മലയാളം, അല്ലേ? ഈ മലയാളത്തിൽ പോലും ഇത്രയും ആക്സെൻ്റ് ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഇംഗ്ലീഷിന് എത്ര ആക്സെൻ്റ് കാണും? ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ലണ്ടനിൽ പോലും പിന്നെ വിവിധ സ്ഥലങ്ങൾ, ലണ്ടനിൽ തന്നെ പല പ്രദേശത്തു നിന്ന് വരുന്നവരുടെ ആക്സെൻറ്റ് പോലും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും എന്തിലാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രൊനൗൺസിയേഷനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ IELTS എക്സാം എഴുതുന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആക്സെൻറ്റ് നിങ്ങൾ ഫേക്ക് ആക്കാതിരിക്കുക. നിങ്ങളുടെ ആക്സെൻറ്റ് നിങ്ങൾ സംസാരിക്കുക, നമ്മൾ സാധാരണ സംസാരിക്കത്തില്ലേ അതുപോലെ സംസാരിക്കുക. അതിനകത്ത് ആക്സെൻ്റ് ഒന്നും ചേർക്കണ്ട, പക്ഷേ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കുക. പഴത്തിന് പഴം എന്ന് പറയുക, അതിന് പളം എന്ന് പറയാതിരിക്കുക, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകും എന്നെനിക്കറിയാം. ഈ വീഡിയോയ്ക്ക് ധൈര്യമായിട്ട് നിങ്ങൾ വിമർശിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കമൻറ്റ് വേണമെങ്കിലും താഴെ എഴുതുക. അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും. കാരണം എന്താണ്? ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ മലയാളത്തിൽ ഇറക്കുന്നത്. എന്താണ്? നമുക്ക് ആക്സെൻറ്റ്സ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ 2 തെറി എഴുതുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.